നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 2 ദിവസം വീഡിയോസ് ഇടുവാൻ സാധിച്ചില്ല. ചില തിരക്കുകൾ കാരണമാണ് അതിന് സാധിക്കാഞ്ഞത്. ഞാൻ അവൈലബിൾ ആയിരുന്നില്ല. പേഴ്സണൽ റീഡിംഗ് ലഭിക്കാത്തവർക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത്, ഈ വായനയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലേക്ക് ഏറ്റെടുക്കുക. അതായത് പോസിറ്റീവായിട്ട് ഏറ്റെടുക്കുക. നിങ്ങളുടെ നിശബ്ദത ഈ വ്യക്തിയെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി ചില കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ പോകുന്നു. ഈ വായനയിൽ പറയുന്ന ഈ വ്യക്തിയുടെയും നിങ്ങളുടെയും എനർജി വളരെയധികം പോസിറ്റീവായിട്ടുള്ള രീതിയിൽ വേണം നിങ്ങൾ മനസ്സിലേക്ക് ഏറ്റെടുക്കുവാനായിട്ട്. ഏറ്റെടുത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചു എന്നുള്ള രീതിയിൽ മനസ്സിൽ പോസിറ്റീവായി വിചാരിച്ച് യൂണിവേഴ്സിനോട് നന്ദി പറയുക. ഇത് രാത്രി കിടക്കുന്ന നേരം കൂടിയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് രാത്രി കിടക്കുന്ന സമയം, നിങ്ങളിപ്പോൾ ഈ വീഡിയോ ഏതൊരു സാഹചര്യത്തിലാണോ നിങ്ങൾ കാണുന്നത് അത് അപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടോളൂ. അതുപോലെ രാത്രി കിടക്കുന്നതിനും തൊട്ട് മുൻപായിട്ട് ഇതൊന്ന് കാണുകയാണെങ്കിൽ, ഒരു പ്രാവശ്യവും കൂടെ കണ്ടിട്ട് കേട്ടിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങളുടെ പല കാര്യങ്ങളിലും അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇത് അമാവാസിക്ക് ശേഷമുള്ള വായനയാണ്. അപ്പോൾ ഇതിന് കുറച്ച് കൂടുതൽ പ്രാധാന്യം ഉണ്ട്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിലൂടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ 1-2 ദിവസം ഞാൻ സ്ക്രീനിൽ കാണിച്ചില്ല, കാരണം ഞാൻ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. പലവരും മെസ്സേജ് അയച്ച് ചോദിച്ചു, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. നിങ്ങളുടെ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു? നിങ്ങളിപ്പോൾ വളരെയധികം, അതായത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലവരും ഇപ്പോൾ സ്വന്തം പര്യാപ്തത നേടിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. അതായത് സ്വന്തം പര്യാപ്തത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ജോലിയും വരുമാനവും വന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നുമെല്ലാം നിങ്ങൾ മോചിതരായി പൂർവാധികം ശക്തിയോട് കൂടി ഉയർത്തെഴുന്നേറ്റ് വളരെ പോസിറ്റീവോട് കൂടി വളരെ ശക്തിയോടുകൂടി മുന്നോട്ട് കുതിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പലവർക്കും ഇപ്പോൾ ഹൈ എനർജി വൈബ്രേഷൻസ് ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈ എനർജി വൈബ്രേഷൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പല മോശപ്പെട്ട അല്ലെങ്കിൽ ഒട്ടും തന്നെ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത പല സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ കണ്ണീരിനും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ഫലം ലഭിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പ്രണയ വായനകളെല്ലാം മുടങ്ങാതെ കാണുന്നുണ്ടാകാം. നമ്മുടെ ചാനലിൻ്റെ സ്ഥിരം പ്രേക്ഷകരായിരിക്കാം. ഇല്ലെങ്കിൽ അപ്രതീക്ഷിതമായും ഈ വായന കാണുന്നവരും ആയിരിക്കാം. ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ ഹീലായി തുടങ്ങി എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന പലതരത്തിലുള്ള അത്ഭുതങ്ങളും അതുപോലെ പല പ്രതിസന്ധി ഘട്ടങ്ങളാണെങ്കിലും അതിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ഉയർച്ചകൾ ലഭിക്കുന്നതായിട്ടും, നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുന്നതായിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ കാലാകാലങ്ങളായി ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ടാകാം, ആഗ്രഹിക്കുന്നുണ്ടാകാം. അതിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്ന അല്ലെങ്കിൽ എത്തിപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വേറൊരു വ്യക്തി കിടന്നുകൊണ്ട് വളരെയധികം വിഷമിക്കുന്നുണ്ട്. അവരുടെ മനസ്സ് നീറുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അത് മറ്റാരുമല്ല, നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തി തന്നെയാണ്. അത് ഭർത്താവോ ഭാര്യയോ കാമുകനോ കാമുകിയോ ഏതൊരു സാഹചര്യവും ആയിക്കോട്ടെ,
ഏതൊരു വ്യക്തിയുമായിക്കോട്ടെ, നിങ്ങൾ ഇത്രയും കാലം ആരുടെ കാലുകളിൽ വീണാണോ കരഞ്ഞു മാപ്പ് ചോദിച്ചത്, അല്ലെങ്കിൽ കേണപേക്ഷിച്ചത്, ആർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ കണ്ണീര് വറ്റുന്ന രീതിയിൽ നിങ്ങൾ അത്രയും നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ടാകാം. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഇത്രയും കാലം സ്ട്രഗിൾ ചെയ്തത്, ആ വ്യക്തിയിലേക്കുള്ള നിങ്ങളുടെ നോട്ടം നിങ്ങൾ നിർത്തിവെച്ചു, അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തു വെച്ചു എന്നുള്ളത് തന്നെ യാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ എപ്പോഴാണോ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടുള്ള കോണ്ടാക്ട് നിങ്ങൾ നിരസിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചത്, ഈ വ്യക്തിയെ ചേസ് ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴാണോ നിർത്തിവെച്ചത്, അന്നു മുതൽക്ക് തന്നെ ഈ പേഴ്സന്റെ മനസ്സിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിക്ക് ഇപ്പോൾ ഇരിക്കപ്പുറത്തിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. തേർഡ് പാർട്ടി ആയിട്ടും മറ്റു പലവരുമായിട്ട് ഈ വ്യക്തി തമ്മിത്തല്ലുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മറ്റു പലവരും, അതായത് ഈ വ്യക്തിയുടെ കൂടെ നിന്നുകൊണ്ട് ഒരുപക്ഷെ നിങ്ങളെ ചതിച്ച, അതായത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഇത്രയും പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു സ്നേഹബന്ധത്തെ, പ്രണയബന്ധത്തെ, ദാമ്പത്യ ജീവിതത്തെ അത്രയും അട്ടിമറിച്ച, അല്ലെങ്കിൽ അത്രയും മോശം രീതിയിലേക്ക് കൊണ്ടുപോയ തേർഡ് പാർട്ടി ആരാണോ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കൂടെ നിന്നുകൊണ്ട് ഈ വ്യക്തിക്കും നിങ്ങൾക്കും പാര പണിഞ്ഞു തന്ന വ്യക്തി ആരാണോ, അവരൊക്കെ ആയിട്ട് പോലും നിങ്ങളുടെ പേഴ്സൺ പിരിഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. പക്ഷേ അവരിൽ നിന്നുമൊക്കെ ഈ പേഴ്സൺ വളരെയധികം വിരമിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ അവരെ എല്ലാം നിരസിച്ചുകൊണ്ട് വളരെ ദൂരേക്ക് മാറി നിൽക്കുന്ന, വളരെ ഇറിറ്റേഷനോട് കൂടി നിൽക്കുന്ന ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഈ വ്യക്തി ഒറ്റക്കാണ്, അല്ലെങ്കിൽ ഇന്ന് ഈ വ്യക്തി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒറ്റയ്ക്കാണ്. നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ നടന്നതും, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണോട് കരഞ്ഞുകൊണ്ട്, നിലവിളിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് എന്തൊക്കെയാണോ പറഞ്ഞത്, അതെല്ലാം ഈ പേഴ്സന്റെ മനസ്സിലേക്ക് ഒരു തിരശീല പോലെ, അല്ലെങ്കിൽ ഒരു സിനിമയിലെ ഓരോ രംഗങ്ങളും നമ്മളുടെ മനസ്സിൽ ഓർമ്മ വരില്ലേ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ, അതുപോലെ ഈ പേഴ്സന്റെ മനസ്സിൽ ഓരോന്നോരോന്നുമായിട്ട് മിന്നി മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് തീർത്തും നിങ്ങളുടെ കണ്ണീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഒരു 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 കൂലിയായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർഫെക്റ്റ് റിസൾട്ടായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥനകളും നേർച്ചകളും കാഴ്ചകളും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. ഇവർക്ക് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം നിങ്ങളുടെ പകുതി മുക്കാൽ വർഷങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ മാസങ്ങൾ, വർഷങ്ങൾ, നിങ്ങളുടെ വിലപ്പെട്ട പല സമയങ്ങളും സാഹചര്യങ്ങളും നിങ്ങൾ ഈ പേഴ്സന് വേണ്ടിയിട്ട് തന്നെയായിരിക്കാം സമർപ്പിച്ചിട്ടുണ്ടാകുന്നത്. ഇത് തീർത്തും വളരെയധികം പോസിറ്റീവായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നിങ്ങളുടെ നിശബ്ദത, നിങ്ങളിപ്പോൾ ഒരുപക്ഷെ ഈ വ്യക്തി നിങ്ങളുടെ പുറകെ വരുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴി നിങ്ങൾക്ക് ഒരു ദൂത് അയക്കുന്ന പോലെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടാകാം, മറ്റു പലവരിലൂടെ നിങ്ങളുടെ ഇൻഫോർമേഷൻ ഈ പേഴ്സൺ അറിയാൻ ഉദ്ദേശിക്കുന്നുണ്ടാകാം, ആഗ്രഹിക്കുന്നുണ്ടാകാം, ശ്രമിക്കുന്നുണ്ടാകാം. ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ വ്യക്തിക്ക് വളരെയധികം ഇപ്പോൾ ഒരു അഭയാർത്ഥിയുടെ എനർജിയായി മാറിയിരിക്കുകയാണ്. ആദ്യം ആജ്ഞാപിക്കുന്ന ഒരു സ്വഭാവക്കാരനോ സ്വഭാവക്കാരിയോ ആയിരുന്നു, ഡിമാൻഡിങ് എനർജി ആയിരുന്നു. പക്ഷെ അതിൽ നിന്നുമൊക്കെ മാറി ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് സ്വീകരിച്ചാൽ മതി, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തിപ്പെട്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്, നിങ്ങളുടെ നിലപാട് എന്താണ്, നിങ്ങളുടെ മനോഭാവം എന്താണ്, ഇതൊക്കെ അറിയാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ നിശബ്ദത ഈ വ്യക്തിയെ ഓരോ നിമിഷവും കൊന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിനെ വളരെയധികം പിടിച്ചു കുലുക്കുന്നുണ്ട്, മനസ്സിനെ വളരെയധികം കാർന്ന് തിന്നുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി അനുകൂലമായിട്ട് നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായിട്ട് മറ്റു പലവരോടും സംസാരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ ലഭിച്ചതാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റവും ഏറ്റവും വലിയ അനുഗ്രഹവും എന്നാണ് ഇപ്പോൾ ഈ വ്യക്തി പലവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ആദ്യമൊക്കെ നിങ്ങളെക്കുറിച്ച് കുറ്റമായിരിക്കാം പറഞ്ഞുകൊണ്ട് നടന്നത്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ ഉയർത്തിപ്പിടിച്ചും നിങ്ങൾ മോശമാണ് എന്നുള്ള രീതിയിലായിരിക്കാം ഈ പേഴ്സൺ പറഞ്ഞു നടന്നിട്ടുണ്ടാവുന്നത്.
പക്ഷെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളായിരുന്നു ശരി, നിങ്ങളായിരുന്നു ഈ വ്യക്തിക്ക് അനുഗ്രഹം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഒരുപാട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ പേഴ്സൺ അനുകൂലമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തി ഫോണിൽ കൂടെ നിങ്ങളെയും കോൺടാക്ട് ചെയ്യുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുടെ കോൾ അറ്റൻഡ് ചെയ്യാൻ പോലും ചിലപ്പോൾ നിങ്ങൾ മനസ്സ് കാണിക്കുന്നില്ലായിരിക്കാം. ഇനി അറ്റൻഡ് ചെയ്താലും നിങ്ങൾ ഒരു ഡിമാൻഡിങ് എനർജി ആയിട്ട് നിൽക്കുകയും ഈ പേഴ്സൺ ഒരു അപേക്ഷിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്നെ സ്വീകരിക്കൂ, അല്ലെങ്കിൽ ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ്, എൻ്റെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നുള്ള രീതിയിലായിരിക്കാം ഈ പേഴ്സന്റെ സംസാരം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു മാറ്റങ്ങൾ തന്നെയാണ്. കാരണം അങ്ങനെ എങ്ങാനും നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവനുമായിട്ട് ഈ വ്യക്തിയിലേക്ക് വീണ്ടും പോകരുത്. ഈ വ്യക്തിയെ സസൂക്ഷ്മം നിരീക്ഷിക്കുക, ഒബ്സർവ് ചെയ്യുക. ഈ വ്യക്തിയുടെ ഒരു വാക്ക് കേട്ടുകൊണ്ട് ഉടനെ തന്നെ പുറകെ പോകരുത്. ഈ വ്യക്തിയുടെ നല്ല രീതിയിൽ സസൂക്ഷ്മം ഒബ്സർവേഷൻ ചെയ്യുക. തീർച്ചയായിട്ടും ഒബ്സർവേഷൻ ചെയ്യണം, അത് പരീക്ഷിക്കണം, നിരീക്ഷിക്കണം ഈ പേഴ്സണെ. അതിനുശേഷമായിരിക്കണം നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ടത്. തീർത്തും ഈ വ്യക്തിക്ക് ഇനി തേർഡ് പാർട്ടിയായിട്ട് ഒരിടപാടും വേണ്ട. തേർഡ് പാർട്ടിയായിട്ട് ഒരു കുടുംബജീവിതം വേണം എന്നൊക്കെയായിരുന്നു ഈ പേഴ്സന്റെ ആഗ്രഹം. പക്ഷെ അതെല്ലാം പൊള്ളയായിരുന്നു, അല്ലെങ്കിൽ അതെല്ലാം വെള്ളത്തിൽ വരച്ച വരയായിരുന്നു. തേർഡ് പാർട്ടി ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടറാണ് എന്നിങ്ങനെയുള്ള പല സത്യങ്ങളും ഈ പേഴ്സൺ അറിഞ്ഞിരിക്കുന്നു. ശരിയായ തീരുമാനം നിങ്ങൾ തന്നെ ആയിരുന്നു എന്നുള്ള വിശ്വാസമാണ് ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.